അപ്പോൾ IELTS റൈറ്റിങ്ങിൻ്റെയും സ്പീക്കിങ്ങിൻ്റെയും ഒരു ക്രൈറ്റീരിയ കോളമാണ് ഗ്രാമറിൻ്റേത് അല്ലേ. അപ്പോൾ ഗ്രാമറിൻ്റെ ഈ കോളത്തിൽ ചെക്ക് ചെയ്യുന്നത് ഗ്രാമർ എറേഴ്സ് മാത്രമല്ല, നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു എബിലിറ്റി കൂടെ അവർ ചെക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് കോമ്പൗണ്ട്, കോംപ്ലക്സ്, അതുപോലെ കോമ്പൗണ്ട് കോംപ്ലക്സ് മിക്സ് സെൻറ്റൻസുകളാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. കോമ്പൗണ്ട് സെൻറ്റൻസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകൾ ഒരു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഫാൻ ബോയ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ പഠിച്ചതാണ്. ഫാൻ ബോയ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അതുപോലെ കോംപ്ലക്സ് സെൻറ്റൻസിൻ്റെ കേസാണെന്നതിൽ ഒരു ഇൻഡിപെൻഡൻറ്റും ഒരു ഡിപെൻഡൻറ്റ് ക്ലോസും കൂടെ ചേർത്ത് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ച് നമ്മളത് കണക്ട് ചെയ്തിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളിനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങളെപ്പോഴും എഴുതാനും സംസാരിക്കാനും ഒക്കെ ശ്രദ്ധിക്കുക. അത് കുറച്ച് മാർക്ക് നിങ്ങൾക്ക് അധികം കിട്ടാനായിട്ട് കാരണമാവും.